മെട്രോ നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് അല്പം വിട്ടുനിന്ന് വൈകുന്നേരങ്ങളിൽ പ്രകൃതി ഭംഗിയോടെ ചായയും ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കാൻ പറ്റിയൊരു സ്പോട്ടുണ്ട്. പലപ്പോഴും പല ആൾക്കാരും ചോദിക്കുന്നതാണ്, അങ്ങനെ ഒരു സ്പോട്ട് എവിടെയെങ്കിലും പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു സ്പോട്ടിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ വേറെ എവിടെയുണ്ട് അത്തരം സ്പോട്ട്? പ്രത്യേകിച്ചും കൊച്ചിയിലേക്ക് ഒരുപാട് പേർ അങ്ങനെ ചോദിക്കാറുണ്ട്. അത്തരക്കാർക്ക് വേണ്ടി ഒരു പുതിയ ഇടത്തെ പരിചയപ്പെടുത്തുകയാണ്. പലർക്കും അറിയാവുന്ന ഇടം തന്നെയായിരിക്കും. ഇത് ആലുവയിലാണ്. നാടൻ പിടിയും കോഴിയും, പിടിയും ബീഫും പിന്നെ കപ്പ ബിരിയാണിയും ഒക്കെ ഇവിടുത്തെ ഹൈലൈറ്റ് ആണെന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയ ഈ സ്പോട്ടിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. കൃത്യമായി എവിടെയാണ്, എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരുന്നു നിതിൻ അംബുജൻ. പിടിയും കോഴിയും അവിടെ പോയിട്ടുണ്ടോ? ഇല്ല, ഞാനവിടെ പോയിട്ടില്ല. ഇവിടെ ആലുവ മുട്ടം ചവറുവാടത്ത ഈ സ്ഥലം. പിടിയും കോഴിയാണ് അവിടെ പോയത്. പിടിയും കോഴിയും പിന്നെ പിടിയും ബീഫും അങ്ങനെ ഒരുപാട് അത്യാവശ്യം കുറച്ച് നല്ല ഐറ്റം ഉണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം അത്യാവശ്യം ട്രെൻഡിങ് ആയ ഒരു സ്ഥലമായത്. അല്ലെങ്കിൽ നമുക്ക് ചായ കുടിക്കണം പോകണം. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ടേക്ക് കിട്ടാലോ. ഒരു രക്ഷയില്ലാത്ത വൈബാണ് നമുക്ക് കണ്ടിട്ട് തോന്നുന്നത് അല്ലേ? നമുക്ക് അങ്ങോട്ടേക്ക് കുടിക്കാം. അപ്പോൾ ഇതാണ് മുട്ടം ചവറുപാടത്തെ പ്രേമട്ടിൻ്റെ ജഗ്ഗീസ് ഫുഡ്. പലവിധ ഐറ്റങ്ങളൊന്നുമില്ല, ചുരുക്കം ചില ഐറ്റം മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊരു ഒന്നൊന്നര ഐറ്റമാണ്. എന്തായാലും വിശേഷങ്ങൾ നമുക്ക് പ്രേമട്ടിനോട് ചോദിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് പ്രേമട്ട നമ്മുടെ ഇവിടുത്തെ ഐറ്റം? പിടി ബീഫ്, പിടി കോഴി, റാവുത്തർ ബിരിയാണി, കപ്പ ബിരിയാണി, ചിക്കൻ 65, പിന്നെ ദോശ ഐറ്റംസാണ്. എഗ് ദോശ, ബീഫ് ദോശ, ഓണിയൻ ദോശ, എഗ്ഗ് കലക്കി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. അതിൽ ഏറ്റവും കൂടുതൽ പോകുന്നത്, ഇതിൽ ഏറ്റവും കൂടുതൽ മൂവിങ് ആവുന്നത് പിടി കോഴി, പിടി ബീഫാണ്. ഇത് ഈ ഏരിയയിൽ എവിടെയും അത് കിട്ടാനില്ല, ഞങ്ങളിൽ മാത്രമേ ഉള്ളത്. അതുതന്നെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചത്. അപ്പോൾ ഇതാണ് കുതന്ത്രം. ഇതെന്താ ഈ കുതന്ത്രം? അതിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ന്യൂസിലൊക്കെ കുറേ കാണുന്നുണ്ടല്ലോ, ഫുഡൊക്കെ പലതും വേസ്റ്റായിട്ട് പിന്നീട് അത് യൂസ് ചെയ്ത് കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഈ കുതന്ത്രം കൊണ്ട് ഉദ്ദേശിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മായാജാലങ്ങളൊന്നും ഇല്ല, കുതന്ത്ര മന്ത്രമൊന്നുമില്ല. അതാണ് കോൺസെപ്റ്റ്. കാരണം ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ഫുഡ് ഇവിടെ മേക്ക് ചെയ്യുന്നത്. ഈ മേക്ക് ചെയ്യുന്ന ഫുഡ് അന്നന്ന് വിറ്റ് പോകുന്നുണ്ട്. വിറ്റ് പോവാത്തത് നമ്മൾ ഈ ഫാമിലീൻ്റെ ഉള്ളിൽ കഴിച്ചു പോവുക, അല്ലെങ്കിൽ ഈ ചെറിയ ഓഫനേജിലൊക്കെ കൊടുത്തേക്കുക. അത് അത്യാവശ്യം ഇന്നേ വരെ ഈ 4 മാസമായി തുടങ്ങിയിട്ട് ഇന്നേ വരെ ഒരു സംഭവം നടന്നിട്ടില്ല. വരുന്ന 1-2 ബാലൻസ് അത് നമ്മൾ കഴിച്ചു പോവുകയും ചെയ്യും. അതാണ് ഈ കുതന്ത്രത്തിൻ്റെ അർത്ഥം. മന്ത്രതന്ത്രമൊന്നുമില്ല, മായം ഒന്നും ചേർക്കാണ്ടാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത്. അതാണ് ഈ കോൺസെപ്റ്റ്. അതെ, ഹോംലി ഫുഡ്. അപ്പോൾ നമ്മളെപ്പോഴാണ് ഈ പരിപാടി തുടങ്ങിയത്? ഇത് ആക്ച്വലി ഒരു 4 മാസം മുമ്പ് നമ്മൾ ചെറുതായിട്ടൊന്ന് സ്റ്റാർട്ടപ്പ് ചെയ്തതാണ്. ചെയ്ത് തൊട്ട് ഇപ്പോൾ വരെ നല്ല ഹൈപ്പിൽ തന്നെയാണ് നമ്മളെ എല്ലാ കസ്റ്റമേഴ്സും സ്വീകരിച്ചു പോകുന്നത്. അതിന് മെയിൻ കാരണം എന്താ പറഞ്ഞാൽ, നമ്മൾ 90 രൂപയുടെ താഴെയാണ് ഈ മീറ്റിൻ്റെ വിലയൊക്കെ. ബ്രോനൊക്കെ അറിയാലോ, ഈ മീറ്റിൻ്റെ വിലയിൽ പോലും നമ്മൾ 90 രൂപയുടെ താഴെയാണ് എല്ലാ ഫുഡും ഇവിടെ മേക്ക് ചെയ്യുന്നത്. അത്യാവശ്യം കോളേജ് പിള്ളേരാണെങ്കിലും അല്ല ഒരു പണിക്ക് പോയിട്ട് വരുന്നവർക്കാണെങ്കിലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക, ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണെങ്കിൽ നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ പിടി കോഴിയാണെങ്കിൽ 70 രൂപയേ ഉള്ളൂ. പിടി ബീഫ്, പിടി പ്ലസ് ബീഫിന് 80 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത്. അടിപൊളിയാണ്. ബീഫ് നല്ല ഫ്ലേവറാണ്, നല്ല സോഫ്റ്റാണ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ടിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു മസ്റ്റ് ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. എല്ലാവരും പറഞ്ഞ കേട്ട് ഞാൻ വന്നതാണ്. കപ്പ ബിരിയാണി സൂപ്പറാണ്. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ കണ്ടിട്ട് ഞങ്ങളിവിടെ വന്നത്.
ഒരു രക്ഷയില്ല. ഇത് ബീഫ് ദോശയാണ്, അടിമുടി വെറൈറ്റിയാണ് ജഗ്ഗീസ് ഫുഡിൽ. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, നേരെ ഈ വെറൈറ്റി ഫുഡ് കഴിക്കുന്ന ആളുകൾക്ക് നേരെ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി, മുട്ടം ചവറുപാടത്തെ ജഗ്ഗീസ് ഫുഡിലേക്ക്. ക്യാമറാമാൻ VS രാഹുലിനൊപ്പം നിതിൻ അംബുജൻ, 24. അപ്പോൾ അടിപൊളിയായിരുന്നു. ഒരു വെറൈറ്റി ഡിഷാണ്. ഒരുപാട് പേര് പറയുന്നുണ്ട് കൊതിപ്പിക്കലെന്നൊക്കെ. അതാ ലിജി അജിത്ത് പറയുന്നു നിതിൻ നാട്ടിലെത്തിയോ? ഡൽഹിയിൽ നിന്ന് നിതിൻ നാട്ടിലെത്തിയിട്ടുണ്ട്, ഇനി കൊച്ചിയിലുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ തുടരുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഇനി പോകാനും ഒക്കെ കാണാനും ഒക്കെ ഇഷ്ടമുള്ള ഇടങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കുക. ഒരുപക്ഷെ നിങ്ങൾ പറയുന്ന ഇടങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയും ചെയ്യും, പുതിയ കാഴ്ചകൾ തേടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.